നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ HSന്റെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ് അല്ലെ ഇന്റർവ്യൂവിനായിട്ട്. അപ്പോൾ ഈ വരുന്ന മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന HSA ഇന്റർവ്യൂവിന്റെ ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഇന്റർവ്യൂവിന്റെ മെയ് മാസത്തെ കലണ്ടറിന്റെ PDF നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും അതേപോലെ തന്നെ നമ്മുടെ ഒരു കമന്റ് ബോക്സിലേക്ക് ഒരു ടെലഗ്രാമിന്റെ ലിങ്കും കൂടെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ മെയ് മാസത്തിൽ ഏതൊക്കെ സബ്ജക്റ്റുകളുടെ ഏതൊക്കെ ജില്ലകളിലാണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുള്ള അപ്ഡേറ്റുകൾ നമുക്ക് പൂർണ്ണമായും നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങളുടെ കമന്റ്സ്, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സും പോസിറ്റീവ് ആയിട്ടുള്ള ലൈക്സും തന്നെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളത്. അത് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്ഡേറ്റ്സ് നോക്കാം. അതിനു മുമ്പ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇനി അടുത്ത ഘട്ടമായ ഇന്റർവ്യൂ, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താണോ റിട്ടൺ എക്സാം എഴുതിയത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ 20 മാർക്ക് ഇന്റർവ്യൂവിൻ്റെത് അല്ലെ. അപ്പൊ അത് നമുക്കൊരു മിനിമം മാർക്ക് കിട്ടുമല്ലോ എന്താണെങ്കിലും എന്നുള്ള തോന്നൽ മാറ്റി വെക്കുക. എത്രത്തോളം മാക്സിമം നമുക്ക് അതിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മുടെ റാങ്ക് ഉയരുകയുള്ളൂ. അപ്പൊ അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഫാക്കൽറ്റി നമ്മളോട് എങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുക, നമ്മുടെ ടീച്ചിങ് ക്വാളിറ്റി അവരിലേക്ക് കൃത്യമായി കൺവേ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് മറുപടി നൽകാനായിട്ട് സാധിക്കുക, അവർക്ക് തൃപ്തികരമായ രീതിയിൽ നമ്മൾ നൽകുന്ന പോയിന്റുകളിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു എക്സ്പീരിയൻസ് ഫാക്കൽറ്റി നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരും. അപ്പൊ നമ്മുടെ HSA ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചിന്റെ കാര്യമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പോട് കൂടി വരുന്ന ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു HSA ബാച്ചിലേക്ക്, HSAന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 9446537080 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ കലണ്ടർ ഒന്ന് നോക്കിയാലോ. താഴെ ഒരുപാട് ഇന്റർവ്യൂസിന്റെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. അതേപോലെ ഏതൊക്കെയാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആംഡ് പോലീസ് ബറ്റാലിയന്റെ ഇന്റർവ്യൂവിന്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഫസ്റ്റ് NCAന്റെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അതേപോലെ സയന്റിഫിക് അസിസ്റ്റന്റ്, പാത്തോളജി ഡിപ്പാർട്ട്മെന്റ്, ഡിവിഷണൽ അക്കൗണ്ടന്റ്, ഡയറക്ടർ, അങ്ങനെ ഒരുപാട് വേക്കൻസികളുടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇപ്പൊ HSAയുടെ ആദ്യം എടുത്ത് നോക്കാം. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഒക്കെ 20, 21 തീയതികളിലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ KPSC ഡിസ്ട്രിക്ട് ഓഫീസ് കൊല്ലം ജില്ലയുടെയാണ് HSA ഇംഗ്ലീഷിന്റേത്. 20-ാം തീയതിയുടെ കാലത്ത് 9:30 ഒരു ഷിഫ്റ്റും 12 മണിക്ക് മറ്റൊരു ഷിഫ്റ്റും എന്ന രീതിയിൽ 15 ആളുകൾക്ക് വീതമാണ് ഇന്റർവ്യൂകൾ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യാറ്. അപ്പൊ അതിൽ KPSC കൊല്ലം ഡിസ്ട്രിക്ട് ഓഫീസിൽ വെച്ച് നടക്കുന്ന 20-ാം തീയതി HSA ഇംഗ്ലീഷിലുള്ളവരുടെ, 21-ാം തീയതിയും HSA ഇംഗ്ലീഷിലുള്ളവർക്ക് 2 സ്ലോട്ടുകൾ ഉണ്ട്, 15 ആളുകൾ വീതം ഉള്ളത്. അതേപോലെ 22-ാം തീയതിയും HSA ഇംഗ്ലീഷിന്റെ നടക്കുന്നുണ്ട്. അതായത് 20, 21, 22 തീയതികളിലായിട്ടാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ HSA ഇംഗ്ലീഷിന്റെ ഇന്റർവ്യൂകൾ നടക്കുന്നത്. അപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ നിങ്ങളുടെ സ്ലോട്ട് ഏതായിരിക്കും എന്നറിയാനായിട്ട് നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ഒന്ന് കയറി നോക്കിയാൽ മതിയാവും. അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെ ഇന്റർവ്യൂ ഡേറ്റുകൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിലുള്ളതാണ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് വന്നിട്ട് പുതിയ ഡേറ്റ് വന്നിരിക്കുന്ന 6, 7, 8 മെയ് മാസം 6, 7, 8 തീയതികളിലായിട്ടാണ് പത്തനംതിട്ട ഓഫീസിൽ വെച്ച് HSA മലയാളത്തിന്റെ ഇന്റർവ്യൂകൾ നടക്കുന്നത്. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളുടെയാണ് എന്ത് ചെയ്യുന്നത് ബൈ ട്രാൻസ്ഫറും അതേപോലെ ഡയറക്ട് റിക്രൂട്ട്മെന്റും ഇന്റർവ്യൂസ് നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 13-ാം തീയതി വെച്ചിരുന്ന ഇന്റർവ്യൂ പോസ്റ്റ്പോൺ ചെയ്തതിന്റെ ഡേറ്റുകൾ ഇതാണ്, മറന്നു പോകരുത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഹൈസ്കൂൾ ടീച്ചർ HSA ഇംഗ്ലീഷിന്റേത്, അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെയും എന്താണ് ഈ 13, 14 തീയതികളിലായിട്ടാണ് ഇന്റർവ്യൂകൾ നടക്കുന്നത്. നിങ്ങളുടെ സ്ലോട്ട് ഏതാണെന്ന് അറിയാൻ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ മതി, മറക്കണ്ട. അതേപോലെ ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടക്കാനിരുന്ന കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസിന്റെയും നേഴ്സ് ഗ്രേഡ് 2 ഹോമിയോപ്പതിയുടെയും HSA ഇംഗ്ലീഷിന്റെയും ആലപ്പുഴ ജില്ല, അതേപോലെ പത്തനംതിട്ട ജില്ലയിലെയാണ് നേഴ്സ് വരുന്നത്. ഹൈസ്കൂൾ മാത്രം ഞാൻ പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ HSA നാച്ചുറൽ സയൻസ്, HSA ഇംഗ്ലീഷ് എന്നിവിടെ 13-ാം തീയതി നടത്താനിരുന്ന ഇന്റർവ്യൂവിന്റെ ഡേറ്റുകൾ മാറ്റിയിട്ടുണ്ട്. 13-ാം തീയതി നടത്താനിരുന്ന HSA നാച്ചുറൽ സയൻസ് ആലപ്പുഴ ജില്ലയുടെ വന്നിരിക്കുന്നത് 6-ാം തീയതിയാണ്. പോസ്റ്റ്പോൺ ചെയ്ത ന്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ HSA സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷിന്റേത് വരുന്ന ആലപ്പുഴ ജില്ല 13-ാം തീയതി ഇന്റർവ്യൂകൾ നടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ HSA ഇംഗ്ലീഷ്
ആലപ്പുഴ ജില്ലയുടെ 14, 15 തീയതികളിലായിട്ടും ഇന്റർവ്യൂകൾ നടക്കുന്നുണ്ട്. അതേപോലെ കോട്ടയം ഡിസ്ട്രിക്റ്റിന്റെയും 13, 14 തീയതികളിലായിട്ട് HSA നാച്ചുറൽ സയൻസിന്റെയും 15-ാം തീയതി HSA മലയാളത്തിന്റെയും അതേപോലെ തന്നെ 15-ാം തീയതി രാവിലെ 9:45, 12 മണിക്കും HSA നാച്ചുറൽ സയൻസിന്റെയും ഇന്റർവ്യൂ ഡേറ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ HSA 13-ാം തീയതി ഫെബ്രുവരി 13-ാം തീയതി ഉണ്ടായിരുന്ന ഡേറ്റുകൾ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഇടുക്കി ജില്ലയുടേത്. അത് 6, 7 തീയതികളിലായിട്ടാണ് HSA ഹിന്ദി അതേപോലെ തന്നെ HSA ഹിന്ദിയുടെ ഡേറ്റുകൾ പോസ്റ്റ്പോൺ ചെയ്ത് റീഷെഡ്യൂൾ ചെയ്ത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇടുക്കി ജില്ല HSA ഇംഗ്ലീഷിന്റെ 20-ാം തീയതിയും അതേ 21-ാം തീയതിയുമാണ് വരാനിരിക്കുന്നത്. ഡ്രോയിങ് ടീച്ചേഴ്സിന്റെ 22-ാം തീയതിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് എറണാകുളം ഡിസ്ട്രിക്ട് 20-ാം തീയതി ഇന്റർവ്യൂകൾ നടക്കുന്നുണ്ട്. അതേപോലെ തൃശ്ശൂർ ജില്ലയിൽ 13-ാം തീയതി, 9-ാം തീയതിയും 10-ാം തീയതിയുമായിട്ട് നടത്താനിരുന്ന കഴിഞ്ഞ എക്സാമുകൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന 6-ാം തീയതിയിലേക്കാണ് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ ഇന്റർവ്യൂകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് 9, 10 തീയതികളായി നടത്താനിരുന്നത് നേരെ മാറ്റി 6-ാം തീയതി മെയ് 6-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയുടെ കേട്ടോ. അതേപോലെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം എന്താണ് 8-ാം തീയതി നടക്കാനിരുന്ന ഇന്റർവ്യൂ പോസ്റ്റ്പോൺ ചെയ്ത്, അതായത് ഏപ്രിൽ 8-ന് നടക്കാനിരുന്നത് മെയ് 8-നാണ് ഇനി നടക്കുക. മലയാളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റേതാണ് കേട്ടോ. അതേപോലെ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും ഹൈസ്കൂൾ ടീച്ചർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ HSA മലയാളത്തിന്റെ 20, 21, 22 തീയതികളിലായിട്ടാണ് ഹൈസ്കൂൾ ടീച്ചറിന്റെ വരുന്നത്. അതേപോലെ തന്നെ പാലക്കാട് ജില്ല ഓഫീസിൽ വെച്ച് നടക്കുന്നത് കഴിഞ്ഞ 8, 9, 10 ഏപ്രിൽ 8, 9, 10 എന്ന തീയതികളിൽ നടക്കാനിരുന്ന ഇന്റർവ്യൂ മാറ്റി വെക്കുകയും അത് മെയ് 13-ാം തീയതി നടക്കുകയും ചെയ്യുന്നുണ്ട്. HSA ഹിന്ദിയുടെ ആണ് കേട്ടോ ഈ പറയുന്നത്. ഓക്കെ, 13, 14, 15 തീയതികളിലായിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈസ്കൂൾ ടീച്ചേഴ്സിന്റെ ഇപ്പൊ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ PDF മറക്കണ്ട, എം സ്റ്റഡീസിന്റെ ഒഫീഷ്യൽ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വയനാട് ജില്ലയിലാണെങ്കിൽ 13, 14, 15 തീയതികളിലായിട്ട് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷിന്റെ അതേപോലെ തന്നെ 15-ാം തീയതി ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെയും ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയുടെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 8, 9 തീയതികളിലായി നടക്കാനിരുന്നത് പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. അത് 13-ാം തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്ട് ഓഫീസിലേക്ക് ഹാജരാവേണ്ട ആളുകളുടെ. ഓക്കെ, അപ്പൊ അതില് HSA ഹിന്ദിയുടെയും മലയാളത്തിന്റെയാണ് പുതിയ ഡേറ്റുകൾ ഇപ്പൊ വന്നിരിക്കുന്നത് കേട്ടോ. 13, 14, 13-ാം തീയതി ഹിന്ദിയുടെയും 14-ാം തീയതി മലയാളത്തിന്റെയും എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് ഇപ്പൊ HSAയുടെ ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ HSA ഇന്റർവ്യൂ ഡേറ്റ് എന്നാണ് എന്നറിയാനായിട്ട് നിങ്ങളുടെ PSCയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായി ഇന്റർവ്യൂവിനായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസിന് എയിം സ്റ്റഡീസിന്റെ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഏറ്റവും ചെറിയൊരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.